ചെന്നിത്തല തൃപ്പരുന്തുറ ഗ്രാമപഞ്ചായത്തും മാവേലിക്കര എക്സൈസ് സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പിടികൂടി. ചെന്നിത്തല പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലത്തു നിന്നുമാണ് വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ലഹരി വസ്തുക്കൾ കണ്ടെടുത്തത്. അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് നിന്ന് വൻ പുകയില ഉൽപ്പന്ന ശേഖരം പിടികൂടി. ചെന്നിത്തല തൃപ്പരുന്തുറ ഗ്രാമപഞ്ചായത്തും മാവേലിക്കര എക്സൈസ് സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പിടികൂടി. ചെന്നിത്തല പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് നിന്നുമാണ് വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ലഹരി വസ്തുക്കൾ കണ്ടെടുത്തത്. ചെന്നിത്തല പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുരാജിന്റെ നേതൃത്വത്തിലായിരുന്നു മിന്നൽ പരിശോധന നടന്നത്. ജനപ്രതിനിധികളായ സിബു വർഗീസ്, ദീപ രാജൻ, തോമസ് കുട്ടി, ബിനു സി, പ്രദീപ് പ്രഭാകരൻ, സുജിത്, ശാലിനി, സുമ വിശ്വാസ് എന്നിവരും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരായ ഗിരീഷ് കുമാർ, ശ്രീവിദ്യ, ബിൻസി രവീന്ദ്രൻ എന്നിവരും എക്സൈസ് സംഘത്തോടൊപ്പം പരിശോധനയിൽ സജീവമായി പങ്കെടുത്തു. തദ്ദേശീയമായി ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഉപയോഗവും വർദ്ധിച്ചു വരുന്നതായുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയും അധികൃതരും എക്സൈസ് സംഘവും ചേർന്ന് സംയുക്ത നീക്കം നടത്തിയത്. തൊഴിലാളികൾ താമസിക്കുന്ന മുറികളിലും പരിസരങ്ങളിലും അതീവ രഹസ്യമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എത്തിക്കുന്ന ഈ ലഹരി വസ്തുക്കൾ പ്രദേശത്തെ തൊഴിലാളികൾക്കിടയിലും യുവാക്കൾക്കിടയിലും വൻ വിലയ്ക്കാണ് വിറ്റിരുന്നതെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പഞ്ചായത്ത് പരിധിയിൽ ലഹരിമുക്ത പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ സംയുക്ത പരിശോധനയെന്നും വരും ദിവസങ്ങളിൽ ഇത്തരം കേന്ദ്രങ്ങളിൽ കർശനമായും നിരീക്ഷണവും റെയ്ഡുകളും തുടരുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുരാജും എക്സൈസ് സംഘവും അറിയിച്ചു. CDNet ന്യൂസ്, മാവേലിക്കര.